അല്ല guys, ഞാനിങ്ങനെ കമ്പ്യൂട്ടർ കൂടി ഗെയിം കളിക്കാൻ വേണ്ടി പോയപ്പോഴാണ് കമ്പ്യൂട്ടറിന്റെ കീബോർഡും ഈ ഒരു അവസ്ഥ കണ്ടത്. അപ്പൊ ഞാൻ എന്റെ കീബോർഡിന്റെ അവസ്ഥ ഇതുമോ വന്നുകൊണ്ട് ഇവര് ഈ പൗഡറൊക്കെ ഇടുമ്പോ പൗഡർ ഇത് മാക്കിക്കാണ്ട് പോകും. അങ്ങനെ ഞാൻ ഇത് എപ്പോഴും ഇതേപോലെ ഉണ്ടാകുമ്പോ ഞാൻ ഇങ്ങനെ സീലായിട്ട് തുറക്കല ചെയ്യത്. അപ്പൊ ഇതിന് വല്ല ക്ലീൻ ആക്കാൻ വല്ല പ്രൊഡക്റ്റ് ഉണ്ടോ നോക്കിയപ്പോഴാണ് ഞാൻ മീഷോയിൽ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടു. അപ്പൊ ഞാൻ ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ പോവാം. ഞാൻ ആ പ്രൊഡക്റ്റ് ഇവിടെ നോക്കുകയാണ് കുറെ നേരമായി. ഞാൻ ഇവിടെ വെച്ചിരുന്നുള്ളൂ, പക്ഷെ ഇവിടെ സാധനം കാണാനില്ല. ഒരു 10-25 മിനിറ്റ് ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ സാധനം കാണാതെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു പെട്ടി കണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയപ്പോ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന പെട്ടിയാണ്, അതല്ല. വേറെ പല സ്ഥലത്ത് നോക്കിയപ്പോഴാണ് ലാസ്റ്റ് ഇവിടെ കണ്ടത്. ഇവിടെ കണ്ടില്ല നാട്ടില്. ഇതാണ് ഇൻഡോർ. ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട്, ഇൻഡോർ എന്ത് പ്രൊഡക്റ്റ് വന്നാലും എന്ത് അവ ഈ പെട്ടി എടുക്കാൻ. ഞാൻ ഓൾറെഡി ഈ പെട്ടി എടുക്കാൻ പറഞ്ഞു, അപ്പോൾ ഈ പെട്ടി എടുത്തിക്കണ്. കണ്ടില്ലേ? എടി പെട്ടി രാത്രി പെട്ടി എടുക്ക്. നൂലൊക്കെ കെട്ടി. ഞാനോട് ആ മറ്റേ പെട്ടി എടുക്കാൻ പറഞ്ഞല്ലേ, ഇതെടുത്താ പെട്ടി പിടിച്ച നൂലൊക്കെ കെട്ടിയിട്ട്. വാ. അപ്പൊ ഇന്ന് നമ്മൾ ഓൾക്കനെയാണ് പെട്ടി അൺബോക്സ് ചെയ്യാൻ കൊടുത്തിക്കണത്. അവൾക്ക് പെട്ടി അൺബോക്സ് ചെയ്യാൻ ഒരു സന്തോഷം. അപ്പൊ അതിനെ നമ്മളാട് കൊടുത്ത്, പിന്നെ ഒന്നും നോക്കിയില്ലാണ്ട് കൊടുത്ത്. അപ്പോൾ ഓൾ അൺബോക്സ് ചെയ്യാൻ ടൈം കൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ സാധനം ഇതാണ്. എന്താണ് സാധനം? നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ കവറും പാടി പൊട്ടിക്കട്ടെ. ഈ കവർ പൊട്ടിച്ചിട്ട് അതിനുള്ളിൽ ആ പേപ്പർ എടുക്കും. പ്രൊഡക്റ്റ് ഇതാണ്. ആദ്യം നമുക്ക് ഇതിന് 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇത് പിന്നെ ഉണ്ടാക്കിയത് ചൈനയിലാണ്. അപ്പൊ നമ്മളെ സാധനം ഇതാണ്. ഇത് ഒരു വരുന്നത് ഒരു ബ്രഷ് പോലെയാണ്. അപ്പൊ ഞാൻ ഇതുകൊണ്ടുള്ള ഉപകാരങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മളെ ഈ ബ്രഷ് വെച്ചിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ തട്ടിക്കളയാം. നമ്മൾ ഈ മിക്സറൊക്കെ അവിടെ എടുത്ത് തിന്നുമ്പോ അതുപോലെ നമ്മള് കീബോർഡിന്റെ ഇടയ്ക്ക് മിക്സർ വീഴുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് കീസാളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ അതിനുള്ളിൽ ഇട്ടതിന്റെ ശേഷം ഇങ്ങനെ വലിച്ചാല് ആ കീ ഊരി പോരും. അപ്പൊ നമുക്ക് അതിനുള്ളിൽ ഈ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിങ്ങനെ എല്ലാതും നമുക്കിങ്ങനെ ഊരിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് മാത്രമല്ല യൂസ് ചെയ്യാത്ത ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇതൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ വല്ല ഒക്കെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ നല്ല വൃത്തിയായി ക്ലീൻ ചെയ്യാം. വെച്ചാൽ നല്ല സ്മൂത്ത് ആണ്. അതേപോലെ നമ്മളെ ഈ TV ഇരിക്കുന്ന സ്ഥലത്തുള്ള പൊടികളും ഇവിടെ കണ്ടില്ല, ഇങ്ങനെ പൊടികളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഇവിടെ ഇതൊരു സ്റ്റിക്കറാണ്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്യും കണ്ട, അതേപോലെ കളയാം. അപ്പൊ നമുക്ക് ഇതിന്റെ വേറെ യൂസുകളൊക്കെ നോക്കാം. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ അനിയത്തിന്റെ അടുത്ത് കൊടുക്കുകയാണ്. ഇപ്പൊ കണ്ടത് 2 സാധനങ്ങളാണ്. ഒന്ന് നമുക്ക് ക്ലീൻ ആക്കാനോ, ഒന്ന് കീസൊക്കെ പറിച്ചെടുക്കാനുള്ള. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം. ഇത് വേറെ ഒരു ടൂൾ ഉണ്ട്. ഇതാണ് ആ ടൂള്. ഇത് നമുക്ക് ഈ മറ്റേ ഹെഡ്സെറ്റ് ഒക്കെ ക്ലീൻ ആക്കാനുള്ളതാണ്. അപ്പൊ ഞാനിത് കാണിച്ചു തരാം. അപ്പൊ ഞാനൊരു ഹെഡ്സെറ്റ് എടുത്തിട്ട് വരാം. നമ്മളെ ഹെഡ്സെറ്റ് ഇതാണ്. നമ്മള് ഹെഡ്സെറ്റ് എടുത്താല് ആദ്യം നമുക്ക് ഇതിന്റെ നമ്മളെ സൗണ്ട് വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ച് ക്ലീൻ ആക്കാം. ഈ ഒരു ബ്രഷ് വെച്ച് നമുക്ക് ക്ലീൻ ആക്കാം. പിന്നെ ഈ കട്ട കുത്തി നിൽക്കണ മറ്റേ ഇതാളൊക്കെ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഏതായിട്ട് തോണ്ടിയൊക്കെ എടുക്കാം. അതിനകത്ത് വൃത്തിയാക്കിയ ഈ ബ്രഷ് തന്നെ വീണ്ടും ഇതാക്കാം. ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷാണ്, അതുകൊണ്ട് കേടൊന്നും വരില്ല. അപ്പൊ നമുക്ക് ഇവിടൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കാം. ഇവിടൊക്കെ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് ക്ലീൻ ആക്കാം. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഓട്ടന്റെ ഉള്ളിലൊക്കെ ചളി ഉണ്ടാവും. ആ ചളി ക്ലീൻ ആക്കാൻ വേണ്ടി ഇവർ വേറെ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇത് നമുക്ക് ഇതിനുള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ അവിടെ ക്ലീൻ ആവും. പിന്നെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കാം. ഇവിടെ കണ്ട അതേപോലെ ഇങ്ങനെ ക്ലീൻ ആക്കാം. അപ്പൊ ഈ സാധനത്തിനോട് ഇത്രയൊക്കെ ഉപകാരമുള്ളൂ. അപ്പൊ ഇതൊരു നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് വേണ്ടിയവർക്ക് ഞാൻ എന്റെ വീഡിയോന്റെ താഴെ ഈ സാധനം കൊണ്ട് അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും ഉപകാരമുള്ളൂ. ഇത് നല്ലൊരു ഉപകാരമുള്ള പ്രൊഡക്റ്റ് ആണ്.
അപ്പോ ഈ പ്രൊഡക്റ്റ് വേണ്ടിയവർക്ക് ഞാനിത് എന്റെ വീഡിയോന്റെ താഴെ ലിങ്ക് കൊടുക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന്റെ വില വെച്ചാല് 141 രൂപ ഉള്ളു. ഇതിന് നമുക്ക് മീഷോന്നാണ് ഓർഡർ ചെയ്യാൻ പറ്റുക. 141 രൂപയ്ക്ക് നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഹെഡ്സെറ്റും കീബോർഡും പിന്നെ നമുക്ക് ഡാഷ്ബോർഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ എല്ലാവരും ഒന്ന് വാങ്ങി വെച്ചോളി. നമുക്ക് കീബോർഡും മറ്റേ ഹെഡ്സെറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം. അപ്പോ എന്ന് പറഞ്ഞ പോലെ തന്നെ നാളെ കാണാം. ബൈ ബൈ.